ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ആയിഷ റളിയല്ലാഹു തആല അൻഹയുമായി ബന്ധപ്പെട്ട് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ വലിയ ധർമ്മിഷ്ഠയായിരുന്നു. എന്ത് കിട്ടിയാലും അവർ ധർമ്മം ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ എന്ന നിലയ്ക്ക് പലരും അവർക്ക് ഹദിയകൾ കൊടുക്കാറുണ്ട്. പക്ഷെ ഒന്നും അവർ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കില്ല. എന്ത് കിട്ടിയാലും ആളുകൾക്ക് അപ്പം തന്നെ കൊടുക്കും. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയുടെ സഹോദരി അസ്മയുടെ മകനാണ്. അതായത് ആയിഷ ബീവിയുടെ ജ്യേഷ്ഠത്തിന്റെ മകനാണ് അബ്ദുള്ള. ഈ അബ്ദുള്ള വിവരം പറഞ്ഞപ്പോൾ അബ്ദുള്ള പറഞ്ഞു, തന്തഹിയെന്ന ആയിഷത്തു അവലെ ഉഹജ്ജിറന്ന അലി. ആയിഷ ഈ സദക്ക ചെയ്യുന്ന പരിപാടി നിർത്തണം, ഇല്ലെങ്കിൽ ഞാൻ ആയിഷയുടെ സ്വത്ത് ഹജ്ർ ചെയ്യും, ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞു. ഹജ്ർ ചെയ്യാന്ന് പറഞ്ഞാൽ സമ്പത്ത് ദൂർത്തടിക്കുന്ന ആൾക്കാരുടെ സമ്പത്തിന്റെ വിനിയോഗം തടഞ്ഞു വെക്കുക, അതന്നെ ഹജ്ർ എന്ന് പറയുക. ആയിഷ ഇങ്ങനെ അതിരുവിട്ട ഈ ധർമ്മം സദക്ക നിർത്തിയില്ലെങ്കിൽ ആയിഷയുടെ സമ്പത്ത് ഞാൻ തടഞ്ഞു വെക്കുമെന്ന് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഈ വിവരം ആയിഷ ബിയുടെ അടുക്കലെത്തി. ആയിഷ ബി ചോദിച്ചു, അവക്കാല ദാലിക്കൻ അബ്ദുള്ള അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു. ആ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ആയിഷ ബി പറയുന്നുണ്ട്, വല്ലാഹി ലാ ഉകല്ലിമു അബദ, ഇനി ഞാൻ മേലാൽ അബ്ദുള്ളയുമായി സംസാരിക്കുകയില്ല എന്ന് അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്ത ആയിഷ ബി. കാരണം ഈ ആയിഷ ബിയും അബ്ദുള്ളയും തമ്മിലുള്ള വലിയ ബന്ധമാണ്. ഒന്ന് ജ്യേഷ്ഠത്തിയുടെ മകനാണ്. അബൂബക്കർ റളിയല്ലാഹുവിന്റെ പേരക്കുട്ടികളെല്ലാം നോക്കി വളർത്തിയ ആയിഷ ബിയും. അതുകൊണ്ട് ഇവർ തമ്മിൽ വലിയ ആത്മബന്ധമുണ്ട്. പലപ്പോഴും ആയിഷ ബിയുടെ പല കാര്യങ്ങൾക്കും സഹായിക്കുന്നതൊക്കെ അബ്ദുള്ളയാണ് തന്നെ. അത്ര വലിയ ആത്മബന്ധത്തിൽ ജീവിക്കുന്ന ആളുകളാണ് ഈ ആയിഷ ബിവിയും ആയിഷ ബിയുടെ ജ്യേഷ്ഠത്തിയുടെ മകനായ അബ്ദുള്ള. അങ്ങനെയുള്ള ഒരാളിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ആയിഷ ബിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അത് ഞാനൊരു തെറ്റ് ചെയ്തിട്ടല്ലല്ലോ, സദക്ക ചെയ്യുന്നതുകൊണ്ടാണല്ലോ എന്നെ കുറ്റപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ആയിഷ ബി പറഞ്ഞു, ഞാനിനി അവനുമായി സംസാരിക്കുന്ന വിഷയമേ ഇല്ല എന്ന് പടച്ചോനെ പിടിച്ച് സത്യം ചെയ്തു പറഞ്ഞു. വിവരം അബ്ദുല്ലാഹി ഇബ്നു സുബൈറിന്റെ അടുക്കലെത്തി. ആയിഷ ബി സംസാരിക്കുന്നില്ല. ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. ആദ്യത്തെ 2-3 ദിവസമൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ദിവസങ്ങൾ നീണ്ടുപോയപ്പോൾ അബ്ദുള്ളയ്ക്ക് വലിയ വിഷമമായി ആയിഷ ബി സംസാരിക്കാനാണ്. അത്ര അടുത്ത ആൾക്കാരാണ്, അവർ തമ്മിൽ പിണങ്ങി എന്ന് പറഞ്ഞ വലിയ വിഷയമാണല്ലോ. ദിവസങ്ങൾ നീണ്ടുപോകും തോറും അബ്ദുല്ലാഹി ഇബ്നു സുബൈർ വല്ലാത്ത വിഷമമായി. ആയിഷ ബി സംസാരിക്കുന്നില്ല, മിണ്ടുന്നില്ല. അവസാനം അബ്ദുല്ലാഹി ഇബ്നു സുബൈറിനെ ബോധ്യപ്പെട്ടു, ഇനി ആയിഷ ബിയെ ബോധ്യപ്പെടുത്തണമെങ്കിൽ, അവരുമായി സംസാരിക്കാൻ ഒരു ഇടമുണ്ടാക്കണമെങ്കിൽ അതിന് കഴിയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ കുടുംബക്കാർക്കാണ്. കാരണം ആയിഷ ബീവിക്ക് നബിയുടെ ഉമ്മയുടെ കുടുംബക്കാരോട് വലിയ ഇഷ്ടമാണ്. അത് നബിയോടുള്ള ഇഷ്ടത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു നബിയുടെ അമ്മാവന്മാരിൽപ്പെട്ട 2 പേരെ കണ്ടുപിടിച്ചു. ഒന്ന് മിസ്റോ ബിൻ മഖ്റമ, മറ്റൊന്ന് അബ്ദുല്ലാഹി അൽ അസ്വദ്. ഇവർ 2 പേരും ബനൂ സുഹറ ഗോത്രക്കാരാണ്, നബിയുടെ ഉമ്മയുടെ കുടുംബക്കാരാണ്. ഇവർ 2 പേരുടെ ചെന്നിട്ട് കരഞ്ഞു പറഞ്ഞു, നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ആയിഷ ബിയുമായിട്ട് സംസാരിക്കാൻ അവസരം ഉണ്ടാക്കി തരണം, ഞങ്ങളൊന്ന് ഇണക്കി തരണം എന്ന് പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു സുബൈറിന്റെ കരച്ചിൽ കേട്ടപ്പോൾ ഇവർ 2 പേരും തയ്യാറായി. അങ്ങനെ ഒരു ദിവസം ഇവർ 2 പേരും കൂടി അബ്ദുല്ലാഹി ഇബ്നു സുബൈറിനെ കൂടി ആയിഷ ബിയുടെ വീട്ടിന്റെ വെളിയിൽ വന്നു. സലാം പറഞ്ഞു. ആയിഷ ബി സലാം അടയ്ക്കും. ഞങ്ങളങ്ങനെ കടന്നു വരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പോരാൻ വേണ്ടി പറഞ്ഞു. എല്ലാവരും വരട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിക്കാൻ കാരണം കൂട്ടത്തിൽ അബ്ദുള്ള ഉള്ള കാര്യം ആയിഷ ബിക്ക് അറിയില്ല. അതുകൊണ്ടാണ് അബ്ദുള്ള ഉണ്ടെന്ന് പറയുന്നത് ചിലപ്പോൾ വരണ്ടെന്ന് പറയും. എല്ലാവരും വരട്ടെ എന്ന് ചോദിച്ചാൽ എല്ലാവരും വരാൻ പറഞ്ഞു. ആ ചാൻസിൽ ഇവർ 3 പേരൊക്കെ കയറി ചെന്നു. മിസ്റോ ബിൻ മഖ്റമയുണ്ട്, അബ്ദുല്ലാഹി അൽ അസ്വദ് ഉണ്ട്, കൂടെ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ. വീടിനകത്തേക്ക് കയറിയ ഉടനെ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ആയിഷ ബിയെ അങ്ങനെ കെട്ടിപ്പിടിച്ചു. ഒരു കുഞ്ഞുമ്മയാണല്ലോ, കുഴപ്പമില്ല. പെട്ടെന്ന് ചാടി കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. അപ്പോൾ ആയിഷ ബി വേണ്ടിയില്ല, പറഞ്ഞു, നിങ്ങൾ സത്യം ചെയ്തിട്ടുണ്ട്, ഞാനുമായി സംസാരിക്കില്ല. പക്ഷെ നിങ്ങൾ ആ സത്യം ലംഘിച്ചുകൊണ്ട് ഞാനുമായി സംസാരിക്കണം. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ കരഞ്ഞു പറഞ്ഞു. ആയിഷ ബി സമ്മതിച്ചില്ല. ആയിഷ ബി ഷടിച്ചു നിൽക്കണം, സംസാരിക്കുകയില്ല. അവസാനം കൂടെ വന്ന 2 പേരും ശഫാഅത്ത് ചെയ്തു, റെക്കമെൻഡ് ചെയ്തു, അങ്ങനെ നിങ്ങൾ പറയരുത്, ശരിയല്ല. 3 ദിവസത്തിൽ കൂടുതലൊരു മുസ്ലിമുമായി സംസാരിക്കാതിരിക്കരുതെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് അറിയില്ലത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് ആയിഷ ബി വഴങ്ങുന്നില്ല. പറഞ്ഞ് അവസാനം ആയിഷ ബി പറഞ്ഞു, ഞാൻ സത്യം ചെയ്തിട്ടുണ്ട്, കൊണ്ട് എനിക്ക് ലംഘിക്കാൻ കഴിയില്ല. അവനുമായി ഞാൻ സംസാരിക്കില്ല, സത്യം ചെയ്തതാണ്, ലംഘിക്കാൻ കഴിയില്ല. അപ്പോൾ ഇവർ ചോദിച്ചു, ഒരു കാര്യം ശരിയില്ലാന്ന് സത്യം ചെയ്തു കഴിഞ്ഞാൽ അതിനേക്കാൾ ഉത്തമമായ മറ്റൊരു കാര്യമുണ്ടെങ്കിൽ ഈ സത്യം ലംഘിക്കണമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അങ്ങനെയല്ലേ വേണ്ടത്?
അത് കേട്ടപ്പോൾ ആയിഷ ബീവി സമ്മതിച്ചു. അങ്ങനെ അബ്ദുല്ലാഹ് ബിൻ സുബൈറുമായി സംസാരിക്കാൻ തയ്യാറായി. ആ പിണക്കം അവസാനിച്ചു. ഇനിയൊരു പ്രശ്നം ബാക്കിയുണ്ട്. സത്യം ലംഘിച്ചിട്ടുണ്ട്, ഒരു കഫാറത്ത് കൊടുക്കണം, പ്രായചിത്തം കൊടുക്കണം. സത്യം ലംഘിച്ചാലുള്ള പ്രായചിത്തം ഖുർആൻ പറഞ്ഞത് 10 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുക 10 പേർക്കുള്ള, അല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കുക. അതിന് കഴിയില്ലെങ്കിൽ 3 ദിവസം നോമ്പൊടിക്കുക. ഇതാണ് ഒരു സത്യം ലംഘിച്ചാലുള്ള പ്രായചിത്തം. ഇവിടെ ആയിഷ ബിബി ഒരടിമയെ മോചിപ്പിക്കേണ്ടതിന് പകരം 40 അടിമകളെ മോചിപ്പിച്ചു. അവിടെയും അവരുടെ ഉദാഹരണം, ഒരടിമയെ മോചിപ്പിക്കാനേ ഖുർആൻ പറഞ്ഞു. 40 അടിമ, 30 സ്വന്തമായിട്ടും 10 അടിമകളെ അബ്ദുല്ലാഹി സുബൈർ വാങ്ങിച്ചു കൊടുത്തു. 40 അടിമകളെ മോചിപ്പിച്ചുകൊണ്ട് ആ സത്യം ലംഘിച്ചു എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു ഗുണപാഠം. നമ്മളും ചിലപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ സത്യം ചെയ്തു പോകും. ഒരൊറ്റ ദേഷ്യത്തിന് ചെയ്യുന്നതായിരിക്കും, പക്ഷെ സത്യം ലംഘിക്കാൻ പാടില്ല. അതിനേക്കാൾ നല്ലൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ സത്യം ലംഘിക്കാം, പക്ഷെ സത്യത്തിന് ലംഘിച്ചതിന് പ്രായചിത്തം കൊടുക്കണം. 10 പേർക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് വസ്ത്രം കൊടുക്കുക. അടിമയെ മോചിപ്പിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അതിന് കഴിയാത്ത ആളുകൾ 3 ദിവസം നോമ്പൊടിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രായചിത്തം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹി വബിഹംദിഹി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അൻത അസ്തഗ്ഫിറുക